നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ മെയിൻ എക്സാമിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മുതൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ടതാണ്. നമ്മുടെ മുന്നിൽ ആകെ 80 ദിവസം മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ എക്സാമിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് വളരെ വേഗം നമുക്ക് ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കണം. അങ്ങനെ പഠിച്ചു തീർക്കണമെങ്കിൽ PSC നിരന്തരം ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ടോപ്പിക്കുകൾ എടുത്ത് ആദ്യം പഠിച്ചു തീർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ PSC നിരന്തരം ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഞ്ഞ് തിന്നുന്നത് എന്നർത്ഥം വരുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. മഞ്ഞ് തിന്നുന്ന എന്നർത്ഥം വരുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. അമേരിക്കയിലും കാനഡയിലും വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. അമേരിക്കയിലും കാനഡയിലും വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യപ്രദമായ കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. പഠിച്ചോളണേ, കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യപ്രദമായ കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. അടുത്തതായി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് ഫൊന്നാണ്. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ ഫൊന്നാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫൊന്നാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൊന്നാണ്. അപ്പോൾ ഫൊന്നൊരു ഉഷ്ണക്കാറ്റാണ്, ചിനൂക്കും ഒരു ഉഷ്ണക്കാറ്റാണ്. ഒന്നുകൂടി പറയാം, മഞ്ഞു തിന്നുന്ന എന്നർത്ഥം വരുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. അമേരിക്കയിലും കാനഡയിലും വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് പ്രയോജനപ്രദമായ കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. ഫൊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശികവാദമാണ് ഫൊൻ. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയ്ക്ക് ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ഫൊന്നാണ്. പഠിക്കുക. അടുത്തതാണ് ഹർമാട്ടൻ. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ഹർമാട്ടൻ. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് ഹർമാട്ടൻ ആണ്. പഠിക്കുക. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് ഹർമാട്ടൻ ആണ്. ഹർമാട്ടൻ ഡോക്ടർ വീശുന്ന ആഫ്രിക്കൻ രാജ്യം ഗിനിയയാണ്. പഠിച്ചോളെ, ഹർമാട്ടൻ ഡോക്ടർ വീശുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഗിനിയയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മിസ്ട്രൽ എന്ന് പറയുന്ന പ്രാദേശികവാദത്തെ പറ്റി. തെക്കു കിഴക്കൻ സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട ശീതക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് മിസ്ട്രൽ. തെക്കു കിഴക്കൻ സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട ശീതക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് മിസ്ട്രൽ. ഫ്രാൻസിന്റെ ഭാഗമായി വരുന്ന ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന വരണ്ട ശീതക്കാറ്റാണ് മിസ്ട്രൽ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ഉഷ്ണക്കാറ്റാണ് എങ്കിൽ മിസ്ട്രൽ മാത്രമാണ് ഇവിടെ ശീതക്കാറ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫ്രാൻസിന്റെ ഭാഗമായി വരുന്ന ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന വരണ്ട ശീതക്കാറ്റ് എന്ന് ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് മിസ്ട്രൽ ആണ്. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് എന്ന് ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. റോൺ താഴ്വരയെ ചുറ്റിപ്പോകുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. റോൺ താഴ്വരയെ ചുറ്റിപ്പോകുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. ഹേമന്തകാലത്ത് അനുഭവപ്പെടുന്ന അതിശൈത്യമായ പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. ഇത്രയും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഹേമന്തകാലത്ത് അനുഭവപ്പെടുന്ന അതിശൈത്യമായ പ്രാദേശികവാദം എന്നറിയപ്പെടുന്നത് മിസ്ട്രൽ ആണ്. ഒന്നുകൂടി പറയാം, പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ഹർമാട്ടൻ. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാട്ടൻ ആണ്. ഹർമാട്ടൻ ഡോക്ടർ വീശുന്ന ആഫ്രിക്കൻ രാജ്യം ചോദിച്ചാൽ അത് ഗിനിയയാണ്. തെക്കു കിഴക്കൻ സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട ശീതക്കാറ്റാണ് മിസ്ട്രൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രാൻസിന്റെ ഭാഗമായി വരുന്ന ആൽപ്സ് പർവ്വതനിരയുടെ വീശുന്ന വരണ്ട ശീതക്കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് മിസ്ട്രൽ ആണ്. റോൺ താഴ്വരയെ ചുറ്റിപ്പോകുന്ന പ്രാദേശികവാദം ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. ഹേമന്തകാലത്ത് അനുഭവപ്പെടുന്ന അതിശൈത്യമായ പ്രാദേശികവാദം ചോദിച്ചാൽ അത് മിസ്ട്രൽ ആണ്. പഠിക്കും. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. LGS ലെവൽ ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്.
ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. മറക്കല്ലേ, ഒന്നുകൂടി പറയാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ഈ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, അതുപോലെ തന്നെ ഫ്രാൻസിയം പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. ഈ കോഡ് ഒന്ന് പഠിച്ചു വെക്കുക. LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. നമ്മൾ വാഹനങ്ങളൊക്കെ CC എടുക്കൂലേ, അതങ്ങ് ഉദ്ദേശിച്ചാൽ മതി. LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ഇതിൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയമാണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം. റൂബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബീഡിയം. റൂബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബീഡിയം. ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിയം. ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിയം. അതുപോലെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസിയം. കഴിഞ്ഞു നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം. അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മുടെ കോഡ്. LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. LPS കാരി റൂബിക്ക് ഫ്രാൻസിൽ CC ഉണ്ട് എന്നങ്ങ് പഠിക്കുക. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം. റൂബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബീഡിയം. ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻഷ്യത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസിയത്തെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വാഗൺ ട്രാജഡി. എന്താണ് വാഗൺ ട്രാജഡി? വാഗൺ ട്രാജഡിയും കൂടെ ഇല്ലാതെ നമ്മുടെ 1921 മലബാർ കലാപം പൂർത്തിയാവില്ല. നമുക്ക് പഠിക്കാം. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി ഉണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന തീയതി 1921 നവംബർ മാസം 10-ാം തീയതി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. വാഗൺ ട്രാജഡി നടന്ന തീയതി 1921 നവംബർ മാസം 10-ാം തീയതി. 1921 നവംബർ മാസം 10-ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ ബ്രിട്ടീഷ് പോലീസ് മേധാവിയായ ഹിച്ച്കോക്ക് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തിനിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കോയമ്പത്തൂരിലെത്തിയ ഗുഡ്സ് വാഗൺ തുറന്നു നോക്കിയപ്പോൾ ശ്വാസം കിട്ടാതെ ധാരാളം കലാപകാരികൾ മരണപ്പെട്ടിരുന്നു. ഇതിനെ വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് വാഗൺ ട്രാജഡി എന്ന് ചോദിച്ചാൽ 1921 നവംബർ 10-ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ ബ്രിട്ടീഷ് പോലീസ് മേധാവിയായ ഹിച്ച്കോക്ക് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തിനിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കോയമ്പത്തൂരിലെത്തിയ ഗുഡ്സ് വാഗൺ തുറന്നു നോക്കിയപ്പോൾ ശ്വാസം ലഭിക്കാതെ ധാരാളം കലാപകാരികൾ മരണപ്പെട്ടിരുന്നു. ഇതിനെ വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നു. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം 72 പഠിച്ചോളനെ. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം ചോദിച്ചാല് അത് 72. ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചോളണം. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം ചോദിച്ചാൽ 72. കൃത്യമായിട്ട് 90-ന് മുകളിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് 72 എന്നാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത്. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം എത്രയാണ്? 72. വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പേര് പഠിക്കുക. കേണൽ ഹംഫ്രിബ്. എന്താണ്? കേണൽ ഹംഫ്രിബ്. സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്. സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്. ജില്ലാ പട്ടാള മേധാവി ഹിച്ച്കോക്ക്. അപ്പൊ ഹിച്ച്കോക്ക് ആരായിരുന്നു? ജില്ലാ പട്ടാള മേധാവിയായിരുന്നു. ആരുടെയാണ്? ഇവന്മാരെല്ലാം ബ്രിട്ടീഷുകാരുടെയാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ജില്ലാ പട്ടാള മേധാവിയായിരുന്ന ഹിച്ച്കോക്ക്, സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന ഇവാൻസ്, ബ്രിട്ടീഷുകാരുടെ കേണലായിരുന്ന ഹംഫ്രിബ് എന്നിവരാണ് വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയത്. അതിനോടൊപ്പം തന്നെ സൂപ്രണ്ട് ആയിരുന്ന ആമുവും കൂടെ അങ്ങ് പഠിച്ചോളണം കേട്ടോ. സൂപ്രണ്ട് ആയിരുന്ന ആമു, ജില്ലാ പട്ടാള മേധാവിയായിരുന്ന ഹിച്ച്കോക്ക്, സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന ഇവാൻസ്, കേണൽ ഹംഫ്രിബ്, ഈ 4 പേരും ചേർന്നാണ് വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. പഠിക്കുക. ഒന്നുകൂടി പറയാം. വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാ സുഹൃത്തുക്കളെ? കേണൽ ഹംഫ്രിബ്, സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്, ജില്ലാ പട്ടാള മേധാവി ഹിച്ച്കോക്ക്, സൂപ്രണ്ട് ആയിട്ടുള്ള ആമു. പഠിക്കുക. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴത്തെ
തമിഴ്നാട്ടിലാണ്. പഠിച്ചോളണേ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതായിരുന്നു? പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അതിപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമാണ്. വാഗൺ ട്രാജഡി സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വാഗൺ ട്രാജഡി സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? റീഡിംഗ് പ്രഭു ആയിരുന്നു. കേരളത്തിന്റെ ഇരുട്ടറ ദുരന്തമെന്നും ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നും അറിയപ്പെട്ടിരുന്നത് വാഗൺ ട്രാജഡിയാണ്. പഠിച്ചോളനെ. കേരളത്തിന്റെ ഇരുട്ടറ ദുരന്തമെന്നും ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നും അറിയപ്പെട്ടിരുന്നത് വാഗൺ ട്രാജഡിയാണ്. പഠിക്കുക. ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആയിരുന്നു. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സുമിത് സർക്കാർ ആയിരുന്നു. വാഗൺ ട്രാജഡി നടത്തിയ ഗുഡ്സ് ട്രെയിൻ എന്ന് ചോദിച്ചാൽ MS&M റെയിൽവേയുടെ 1711 നമ്പർ വാഗണിലാണ്. പഠിച്ചോളനെ. വാഗൺ ട്രാജഡി നടത്തിയ ഗുഡ്സ് ട്രെയിൻ അല്ലെങ്കിൽ വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് ട്രെയിൻ എന്ന് ചോദിച്ചാൽ MS&M എന്ന് പറയുന്ന റെയിൽവേയുടെ 1711 നമ്പർ വാഗണിലാണ്, അല്ലെങ്കിൽ 1711 നമ്പർ വാഗണിൽ വെച്ചായിരുന്നു. വാഗൺ ട്രാജഡി സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ മലബാർ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള AR നേപ്പ് ആണ്. AR നാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ AR നേപ്പ് എന്നായിരിക്കും കിടക്കുന്നത്. രണ്ടും ശരി തന്നെയാണ്. മലബാർ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള AR നാപ്പ് അല്ലെങ്കിൽ AR നേപ്പ്. ഇദ്ദേഹമായിരുന്നു വാഗൺ ട്രാജഡി അന്വേഷണ കമ്മീഷന്റെ ചെയർമാന്. മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അബ്ബാസ് അലി. മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അബ്ബാസ് അലി. മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ. ഇങ്ങനെ ഒരു ചെയർമാനും 3 അംഗങ്ങളും ചേരുന്ന കമ്മീഷൻ ആയിരുന്നു വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷണം നടത്തിയത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് ട്രെയിൻ എന്ന് ചോദിച്ചാൽ MS&M എന്ന് പറയുന്ന റെയിൽവേയുടെ 1711 നമ്പർ വാഗണിലാണ്. വാഗൺ ട്രാജഡി സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ മലബാർ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള AR നാപ്പ് അല്ലെങ്കിൽ AR നേപ്പ് ആയിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം 3 അംഗങ്ങളും ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അവര്? മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അബ്ബാസ് അലി, അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു, അതുപോലെ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ. ഇത്രയും പേരായിരുന്നു വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ടിരുന്ന അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അലിഗട്ട് പ്രസ്ഥാനം. അലിഗട്ട് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875ലാണ്. അലിഗട്ട് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875ലാണ്. അലിഗട്ട് പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പഠിച്ചോളുക. അലിഗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗട്ട് കോളേജ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1877 ഉത്തർപ്രദേശ്. പഠിക്കുക. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1875ലും അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1877. ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്തെ സുഹൃത്തുക്കളെ? അത് ഉത്തർപ്രദേശിലാണ്. മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് 1920ലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷം 1920ലാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി പ്രവർത്തിച്ചിരുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലിഗഡ് പ്രസ്ഥാനമാണ്. പഠിക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലിഗഡ് പ്രസ്ഥാനമാണ്. ഹിന്ദു മുസ്ലിം ഐക്യം, മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യൻ ദേശീയത, മുസ്ലിം സ്ത്രീ വിമോചനം എന്നിവയെല്ലാം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഹിന്ദു മുസ്ലിം ഐക്യം, മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യൻ ദേശീയത, മുസ്ലിം സ്ത്രീ വിമോചനം എന്നിവയെല്ലാം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളായിരുന്നു. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രവർത്തകരാരെന്ന് ചോദിച്ചാൽ അത് ചിരാഗ് അലിയും നാസിർ അഹമ്മദുമാണ്. പഠിക്കുക. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രവർത്തകരാരൊക്കെയാണ്? ചിരാഗ് അലിയും അതുപോലെ നാസിർ അഹമ്മദുമാണ്. ഒന്നുകൂടി പറയാം അലിഗഡ് പ്രസ്ഥാനത്തെ പറ്റി. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875ലാണ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് കോളേജ് ആരംഭിച്ചത് ചോദിച്ചാൽ 1877. ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്തിലാണ്?
ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ. മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷം 1920. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി പ്രവർത്തിച്ച പ്രസ്ഥാനം ചോദിച്ചാൽ അത് അലിഗഡ് പ്രസ്ഥാനമാണ്. ഹിന്ദു മുസ്ലിം ഐക്യം, മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യൻ ദേശീയത, മുസ്ലിം സ്ത്രീകളുടെ വിമോചനം എന്നിവയെല്ലാം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രവർത്തകരാരെന്ന് ചോദിച്ചാൽ അത് ചിരാഗ് അലിയും അതുപോലെ നാസിർ അഹമ്മദുമാണ്. പഠിക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. പഠിക്കുക. തിയോസഫിക്കൽ സൊസൈറ്റി ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. പഠിക്കുക. ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് 1875 തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് 1875 തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ്. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ചോദിച്ചാൽ ബ്ലാവസ്കിയും ഹെൻറി ഓക്കോൾട്ടുമാണ്. ബ്ലാവസ്കിയും ഹെൻറി ഓക്കോൾട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. ഹിന്ദു മതത്തിന് പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടിരുന്ന പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. ഹിന്ദു മതത്തിന് പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടിരുന്ന പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അടയാർ, ചെന്നൈ ആണ്. അത് 1882 സ്ഥാപിച്ച സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം ശ്രദ്ധിച്ചോളണേ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലെ 1875 ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് അടയാറില്. എവിടെയാണ്? ചെന്നൈയിലാണ്. 1882 അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവാണ് ആനി ബെസന്റ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ്. എവിടത്തെ? ഇന്ത്യയിലെ. കേട്ടോ, ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കും ആനി ബെസന്റ് എന്നാണ്. ആനി ബെസന്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായത് 1907 ആനി ബെസന്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായത് 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ സി ജീനരാജദാസയാണ്. പഠിക്കുക. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റായി ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ജീനരാജദാസയാണ്. പഠിക്കുക. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യനാണ്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്കിലായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപകരാരെന്ന് ചോദിച്ചാൽ ബ്ലാവസ്കിയും അതുപോലെ ഹെൻറി ഓക്കോൾട്ടുമായിരുന്നു. ബ്ലാവസ്കിയും ഹെൻറി ഓക്കോൾട്ടും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചത്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടിരുന്ന പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അടയാർ, അത് ചെന്നൈയിലാണ്. വർഷം 1882 അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാൽ ആനി ബെസന്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായതെന്ന് ചോദിച്ചാൽ അത് 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ജീനരാജ ദാസയാണ്. സി ജീനരാജ ദാസയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മലബാറിൽ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യനാണ്. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? മഞ്ചേരി രാമയ്യൻ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പിനിയൽ ഗ്രന്ഥി. എന്താണ് പിനിയൽ ഗ്രന്ഥി? ചിലടത്ത് പൈനിയൽ ഗ്രന്ഥി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി എന്ന് എഴുതിയിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ പിനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പിനിയൽ ഗ്ലാൻഡ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പിനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. കണ്ടോ, വളരെ ചെറുതാണല്ലേ, നമ്മുടെ തലച്ചോറിനുള്ളിൽ വളരെ ചെറുതായിട്ട് ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് പിനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി പിനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ
താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പിനിയൽ ഗ്രന്ഥിയാണ്. പിനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് മെലാറ്റോണിനും അതുപോലെ സെറോട്ടോണിനും. മെലാറ്റോണിനും സെറോട്ടോണിനും ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, പിനിയൽ ഗ്രന്ഥിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിലെ ജൈവ കടികാരം എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പിനിയൽ ഗ്രന്ഥിയാണ്. പിനിയൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോണുകളുണ്ട്, അതാണ് മെലാറ്റോണിനും അതുപോലെ സെറോട്ടോണിനും. പഠിക്കുക. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് മെലാറ്റോണിൻ ആണ്. പകൽ സമയങ്ങളെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് മെലാറ്റോണിൻ ആണ്. അങ്ങനെ മെലാറ്റോണിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ പകൽ സമയങ്ങളെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് മെലാറ്റോണിൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിനിയൽ ഗ്രന്ഥിയുടെ മറ്റു ധർമ്മങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ഒത്തിരി പോയിന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിനിയൽ ഗ്രന്ഥിയുടെ ധർമ്മങ്ങൾ. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ത്വക്കിന് നിറഭേദങ്ങൾക്ക് കാരണമാകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ഒരു പരിധി വരെ കേട്ടോ, ത്വക്കിന്റെ നിറഭേദങ്ങൾക്ക് കാരണമാകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. സ്ത്രീകളിൽ ആർത്തവ ചക്രം കൃത്യത പാലിക്കുന്നതിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. സ്ത്രീകളിലെ ആർത്തവ ചക്രം കൃത്യത പാലിക്കുന്നതിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാറ്റോണിൻ. കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. പകൽ സമയങ്ങളെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ മെലാറ്റോണിൻ. അടുത്തതായി നമ്മൾ പറഞ്ഞത് പിനിയൽ ഗ്രന്ഥിയുടെ മറ്റു പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ത്വക്കിന് നിറഭേദത്തിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. സ്ത്രീകളിൽ ആർത്തവ ചക്രം കൃത്യത പാലിക്കുന്നതിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. അതുപോലെ ശരീര ഊഷ്മാവ് നിലനിർത്തുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പിനിയൽ ഗ്രന്ഥിയാണ്. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ 2 ശാഖകൾ മാത്രമാണ് നിസ്സഹകരണവും സിവിൽ നിയമ ലംഘനവും. ഇത് ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ വാക്കുകളാണ്. പഠിക്കുക. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ 2 ശാഖകൾ മാത്രമാണ് നിസ്സഹകരണവും സിവിൽ നിയമ ലംഘനവും എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞതായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത് ഗാന്ധിജി. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ് അവസാനമായി പറയുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നുകൂടി പറയാം. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ 2 ശാഖകൾ മാത്രമാണ് നിസ്സഹകരണവും സിവിൽ നിയമ ലംഘനവും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളേ. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയും
സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗം വ്യക്തമായി പഠിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ ബ്രിട്ടീഷ് സേനാ നായകനാരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ ബ്രിട്ടീഷ് സേനാ നായകനാരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. പഠിച്ചോളനെ, ബംഗാളിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. പഠിക്കുക. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതം പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി റോബർട്ട് ക്ലൈവ്. പ്രീവിയസ് ചോദ്യമാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതം പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി റോബർട്ട് ക്ലൈവ് ആണ്. 2 തവണ ബംഗാളിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തി റോബർട്ട് ക്ലൈവ്. 2 തവണ ബംഗാളിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ബക്സാർ യുദ്ധത്തിന്റെ ഭാഗമായി അലഹബാദ് ഉടമ്പടിയിൽ 1765 ഒപ്പുവെച്ച ഭരണാധികാരി റോബർട്ട് ക്ലൈവ്. പഠിച്ചോളണേ, ബക്സാർ യുദ്ധത്തിന്റെ ഭാഗമായി അലഹബാദ് ഉടമ്പടിയിൽ 1765 ഒപ്പുവെച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട ബ്രിട്ടീഷ് സേനാ നായകൻ ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. അതുകൊണ്ടാണ് റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് അറിയപ്പെടുന്നത്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണാധികാരി റോബർട്ട് ക്ലൈവ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൂടി പറയാം. ബംഗാളിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതം പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി റോബർട്ട് ക്ലൈവ് ആണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്, ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതം പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. 2 തവണ ബംഗാൾ ഗവർണർ ആയിരുന്ന വ്യക്തിയാരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. 2 തവണ ബംഗാൾ ഗവർണർ ആയിരുന്ന വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ബക്സാർ യുദ്ധത്തിന്റെ ഭാഗമായി അലഹബാദ് ഉടമ്പടിയിൽ 1765 ഒപ്പുവെച്ച ഭരണാധികാരി റോബർട്ട് ക്ലൈവ് ആണ്. പഠിച്ചോളനെ, ബക്സാർ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അലഹബാദ് ഉടമ്പടിയിൽ 1765 ഒപ്പുവെച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV Mark II F-12. പഠിക്കുക. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായിട്ടുള്ള NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV Mark II F-12 എന്നുള്ളത്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. പഠിച്ചോളനെ, ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തില് ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് അറിയപ്പെടുന്ന പേരാണ് വ്യോമമിത്ര. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യമാണ് മത്തി. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് മത്തിയാണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ചന്ദ്രയാനെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം ചന്ദ്രയാനെ പറ്റി. ചന്ദ്രയാന്റെ പ്രോജക്ട് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. ഇപ്പോൾ അങ്ങോട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചതേ ഉള്ളേ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചാൽ അത് P വീരമുത്തുവേലാണ്. ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. പഠിക്കേണ്ടത് വർഷമാണ് 2023 ഓഗസ്റ്റ് 23. പഠിക്കാൻ എളുപ്പമല്ലേ സുഹൃത്തുക്കളെ? 23. അപ്പോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യമാരെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് ഇന്ത്യ ഈ ദൗത്യം നടത്തിയത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ്.
ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം പഠിക്കുക. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. എന്തെന്നാ പറഞ്ഞത്? ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ് ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം. എന്തെന്ന് ചോദിച്ചാൽ അത് ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ് പഠിക്കുക. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതെന്ന് ചോദിച്ചാൽ അത് ആദിത്യ L1 ആണ്. ഭാഗത്തിന് എന്തുമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV Mark II F-12 ആണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിന് ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം മത്തിയാണ്. ചന്ദ്രയാനെ കുറിച്ചാണ് പിന്നെ നമ്മൾ പഠിച്ചത്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ P വീരമുത്തുവേലാണ്. ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. വർഷം 2023 ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ആദ്യമായി ലഭിച്ച സന്ദേശം ഐ ആം ഫീലിംഗ് ദ ലൂണാർ ഗ്രാവിറ്റി എന്നാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം എന്ന് പറയുന്നത് ആദിത്യ L1 ആണ്. പഠിക്കുക. ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹംടെൽ ഇ ഉദ്വാദിയെയാണ്. പഠിച്ചോളനെ, ഇന്ത്യയുടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹംടെൽ ഇ ഉദ്വാദിയെയാണ്. iPhone 15 Pro, iPhone 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് നാവിക്. പഠിക്കുക. iPhone 15 Pro, iPhone 15 Pro Max എന്നീ മോഡലുകൾ, ഇവയൊക്കെ ഫോണുകളാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഫോണുകളുടെ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സിനിമ എന്ന് ചോദിച്ചാൽ അതാണ് മോണിക്ക. മറക്കല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അതായത് AI സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണിക്കയാണ്. ആൻഡ് AI സ്റ്റോറി. മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്നാണ് അതിന്റെ ഫുൾ നെയിം കേട്ടോ. മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്നാണ് ഫുൾ നെയിം. മോണിക്ക എന്നെങ്കിലും സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സിനിമ അല്ലെങ്കിൽ AI സിനിമ ഏതാണ്? മോണിക്ക ആൻഡ് AI സ്റ്റോറി. അല്ലെങ്കിൽ മോണിക്ക ഒരു AI സ്റ്റോറിയാണ്. ചിത്രത്തിന്റെ പേര് പഠിക്കുക. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയായിരുന്നു. 2023 ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയായിരുന്നു. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. പഠിക്കുക. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കുവാൻ വേണ്ടി ആരംഭിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്ന ക്ലിനിക്ക് എന്ന് ചോദിച്ചാൽ അത് ഇമോജൻ ആണ്. പഠിക്കുക. നമുക്ക് പഠിക്കാനുള്ളതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാ? ഗാന്ധിജിയാണ്. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധം ആരംഭിച്ച പ്രധാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം കേട്ടോ. പഠിച്ചോളനെ, സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രതിഷേധം ആരംഭിച്ച പ്രധാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 മാർച്ച് 12. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 മാർച്ച് 12. ആരംഭിച്ച പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും. ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ച പ്രദേശം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് കേട്ടോ. ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ്? അത് സബർമതി ആശ്രമം എവിടത്തെയാ? ഗുജറാത്തിൽ നിന്നുമാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ കാൽനട യാത്ര അറിയപ്പെടുന്ന പേരാണ് ദണ്ഡി യാത്ര. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധി നടത്തിയ കാൽനട യാത്ര അറിയപ്പെടുന്ന പേരാണ്
ദണ്ഡി യാത്ര. ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6. ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ പറ്റിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചതാരാ? ഗാന്ധിജിയാണ്. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധങ്ങൾ ആരംഭിച്ച പ്രധാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയിട്ടാണ്. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. ഇത് ആരംഭിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്ന് ചോദിച്ചാൽ, ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധി നടത്തിയ കാൽനട യാത്ര അറിയപ്പെടുന്ന പേരാണ് ദണ്ഡി യാത്ര. ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. പഠിക്കുക. ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 78 പേര്. പഠിച്ചോളനെ. ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അല്ലെങ്കിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്രയായിരുന്നു? 78 ആയിരുന്നു. ഇപ്പോൾ ഉപ്പിനാണ് അവർ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ അത് വായുവിനും ആകാശവുമായേക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. പഠിച്ചോളനെ. ഇപ്പോൾ ഉപ്പിനാണ് അവർ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ അത് വായുവിനും ആകാശത്തിനുമായേക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കെ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി എന്നറിയപ്പെടുന്നത് പയ്യന്നൂര്. പഠിച്ചോളനെ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂര്. രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര പേരാണ് അനുഗമിച്ചത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 78 പേരാണ്. ഇപ്പോൾ ഉപ്പിനവർ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. നാളെ അത് വായുവും ആകാശവുമായേക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടന. ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ അതും അമേരിക്കയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രയേലും. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേയുള്ളേ. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ഏതാണ്? ബ്രിട്ടനും ഇസ്രയേലുമാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗ്രീസ് ആണ്. പഠിച്ചോളനെ. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം എന്നും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടൻ ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ഏതാണ്? ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. പഠിച്ചോളനെ. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അത് സ്വിറ്റ്സർലൻഡ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ബ്രിട്ടനും ഇസ്രയേലും. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഗ്രീസ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക. 10ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്തില് സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗലിക അവകാശങ്ങളാണ്. നമുക്ക് നോക്കാം ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? ആമുഖമാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. തെറ്റിപ്പോവല്ലേ. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക് ആണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക് ആണ്. വീണ്ടും പറയുന്നു, ആമുഖപ്രകാരം ഇന്ത്യ എന്താണ്? ഒരു പരമാധികാര,
സ്ഥിതി സമത്വ മതേതരത്വ ജനകീയ റിപ്പബ്ലിക്കാണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമായിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമായിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം 1946 ഡിസംബർ മാസം 13 ആയിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിത്വമാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് 1947 ജനുവരി 22. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയതെന്ന 1947 ജനുവരി മാസം 22. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനകീയ റിപ്പബ്ലിക്കാണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് 1946 ഡിസംബർ മാസം 13. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് 1947 ജനുവരി മാസം 22 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ആരംഭിച്ചാണ്. ഇന്ത്യയിലെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. ആമുഖത്തെ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി 1976. പഠിച്ചോളനെ, ആമുഖത്തെ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി വർഷം 1976. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനയുടെ ആമുഖവും വിശേഷണവുമാണ്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ പൽക്കിവാല. പഠിച്ചോളനെ, ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരാണ്? എൻ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ താക്കോലാണ് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടന ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് മലബാർ കലാപം. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് മലബാർ കലാപം. കാരണം എന്തെന്ന് ചോദിച്ചാല് ഈ മലബാർ കലാപത്തിന് തൊട്ടു മുമ്പ് നടന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ്. ഈ പൂക്കോട്ടൂർ യുദ്ധത്തിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും സത്യത്തിൽ ഈ മലബാർ കലാപം ഉണ്ടാവാനുള്ള ഒരു ഫയർ അല്ലെങ്കിൽ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാല് ഏറ്റവും പ്രധാനമാരാണ് ഈ പൂക്കോട്ടൂർ യുദ്ധമാണ് കേട്ടോ. അപ്പൊ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപം ചോദിച്ചാൽ അത് മലബാർ കലാപമാണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന പോരാട്ടം അറിയപ്പെടുന്ന പേരാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂക്കോട്ടൂർ യുദ്ധം നടന്ന തീയതി 1921 ആഗസ്റ്റ് 26. പഠിച്ചോളനെ, പൂക്കോട്ടൂർ യുദ്ധം നടന്ന തീയതി 1921 ഓഗസ്റ്റ് മാസം 26 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ശക്തമായ സായുധ വിപ്ലവം എന്നറിയപ്പെടുന്നത് പൂക്കോട്ടൂർ യുദ്ധം. സായുധ വിപ്ലവം എന്ന് വെച്ചാല് ആയുധങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള വിപ്ലവം കേട്ടോ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ശക്തമായ സായുധ വിപ്ലവം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ടൂർ യുദ്ധമാണ്, പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പൂക്കോട്ടൂർ യുദ്ധം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ മലബാർ കലാപം തന്നെയാണ്. മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന പോരാട്ടം അറിയപ്പെടുന്ന പേരാണ് പൂക്കോട്ടൂർ യുദ്ധം. യുദ്ധം നടന്ന തീയതി ചോദിച്ചാൽ അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം നടന്ന തീയതി 1921 ഓഗസ്റ്റ് മാസം 26. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ശക്തമായ സായുധ വിപ്ലവം എന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ടൂർ യുദ്ധമാണ്, പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനുള്ള കാരണമാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മലബാർ കലാപത്തിന് തൊട്ടു മുമ്പാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്നത്. അപ്പോൾ ഈ പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെടേണ്ട കാരണം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന്. പൂക്കോട്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമിയുടെ 3/4 ഭാഗവും നിലമ്പൂർ കോവിലത്തിന്റെ വകയായിരുന്നു. പഠിച്ചോളനെ,
പൂക്കോട്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമിയുടെ 3/4 നിലമ്പൂർ കോവിലകം വകയായിരുന്നു. കോവിലകം വക ഭൂപ്രദേശങ്ങൾ പാട്ടത്തിനെടുത്തിരുന്നത് മാപ്പിളമാരായിരുന്നു. കോവിലം വക ഭൂപ്രദേശങ്ങള് പാട്ടത്തിനെടുത്തിരുന്നത് മാപ്പിളമാരായിരുന്നു. കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും നിലമ്പൂർ രാജ, അതായത് ഈ നിലമ്പൂർ കോവിലകത്തിന്റെ തമ്പുരാനായിട്ടുള്ള നിലമ്പൂർ രാജ പാട്ടത്തുക കുറയ്ക്കാൻ വിസമ്മതിച്ചു. ഇതും പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. അതായത് കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും നിലമ്പൂർ രാജ പാട്ടത്തുക കുറയ്ക്കാനായിട്ട് വിസമ്മതിച്ചതും എന്തിന് കാരണമായി? പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണമായി. നിലമ്പൂർ രാജ ആരാണെന്ന് ചോദിച്ചാൽ ഈ നിലമ്പൂർ കോവിലകത്തിന്റെ തമ്പുരാനാണ് നിലമ്പൂർ രാജ. ബ്രിട്ടീഷുകാരുമായുള്ള നിലമ്പൂർ രാജയുടെ ചങ്ങാത്തം പാട്ടം നൽകാത്ത മാപ്പിളമാർക്ക് നേരെ അക്രമങ്ങൾ അയച്ചുവിടാൻ നിലമ്പൂർ രാജയെ സഹായിച്ചു. പഠിച്ചോളനെ, ബ്രിട്ടീഷുകാരുമായുള്ള നിലമ്പൂർ രാജയുടെ ചങ്ങാത്തം പാട്ടം നൽകാത്ത മാപ്പിളമാർക്ക് നേരെ അക്രമങ്ങൾ അയച്ചുവിടാൻ നിലമ്പൂർ രാജയെ സഹായിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി സെക്രട്ടറി ആയതിന്റെ പേരിൽ നിലമ്പൂർ കോവിലകത്തിലെ മാനേജർ ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി സെക്രട്ടറി ആയതിന്റെ പേരിൽ നിലമ്പൂർ കോവിലകത്തെ മാനേജർ ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പ്ലവന പ്രക്രിയ എന്താണ്? പ്ലവന പ്രക്രിയ നോക്കാം. അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് അയിരിനെ സാന്ദ്രീകരിക്കാൻ കഴിയുന്നു. എന്താ പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞത് അപദ്രവ്യത്തിന് സാന്ദ്രത കുറവാണെന്നാണ്. ഇവിടെ നേരെ തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ്. അപദ്രവ്യത്തിന് എന്ത് ചെയ്യുന്നു? സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് അയിരിനെ സാന്ദ്രീകരിക്കാൻ കഴിയുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാല് സൾഫൈഡ് അയിരിനാണ് ഈ മാർഗം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് അയിരിനാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, അയിരും കുറച്ച് പൈൻ ഓയിലും അതുപോലെ ജലവും കൂടെ മിക്സ് ചെയ്യുന്നെന്ന് കരുതുക. അയിരും പൈൻ ഓയിലും ജലവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ടോ? ഇതൊരു മിക്സറാണ്. ഇവിടെ ഒരു കറങ്ങുന്ന പാഡിലുണ്ട്, അല്ലെങ്കിൽ ആ കറങ്ങാൻ സഹായിക്കുന്ന ഒരു പാഡിലുണ്ട്. അതുപോലെ താഴെ ഒരു സ്റ്റിററുണ്ട്. സ്റ്റിറർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു. അപ്പൊ ഈ സ്റ്റിറർ വെച്ച് ഇങ്ങനെ കലക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൈൻ ഓയിലിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാല് ഈ പൈൻ ഓയിൽ ജലത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും? കലങ്ങിയിട്ട് പൊങ്ങി വരികയും അവിടെ എന്ത് ചെയ്യും? പത രൂപപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അയിരിനകത്ത് ആരുണ്ട് സുഹൃത്തുക്കളെ? അപദ്രവ്യം ഉണ്ടല്ലോ. ഈ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായോണ്ട് ഈ അപദ്രവ്യം നേരെ എവിടെ പോകും? ഈ ടാങ്കിന്റെ ഈ സ്റ്റിററിന്റെ അടുത്തായിട്ട് പോയി എന്ത് ചെയ്യും? കിടക്കും. സ്റ്റിററിന്റെ അടുത്തായിട്ട് പോയി കിടക്കും. എന്നാൽ സാന്ദ്രത കുറഞ്ഞ നമ്മുടെ അയിരുണ്ടല്ലോ, അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിലിന്റെ പതയിലുടങ്ങി മേളിലോട്ട് പൊങ്ങി വരും കേട്ടോ. ഈ പത നമ്മൾ എടുത്ത് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള അയിര് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനെയാണ് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു പാത്രത്തിനകത്ത് നമ്മൾ കുറച്ച് പൈൻ ഓയിലും ജലവും അതിനോടൊപ്പം നമുക്ക് എന്താണോ പ്ലവന പ്രക്രിയ ചെയ്യാനുള്ളത് അതിനുള്ള അയിരും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ കലക്കുവാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് അതെന്ത് ചെയ്യും? ജലത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. സാന്ദ്രത കുറഞ്ഞിട്ടുള്ള നമ്മുടെ അയിര് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിലുമായിട്ട് ജലം മിക്സ് ചെയ്യുന്ന സമയത്ത് പതയുണ്ടാവുകയും ഈ പതയോടൊപ്പം എന്ത് ചെയ്യും? മുകളിൽ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുകയും ചെയ്യും. അപ്പൊ ഈ പതയെ നമ്മൾ ശേഖരിച്ചിട്ട് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് ശുദ്ധീകരിച്ച അയിര് ലഭിക്കുകയും ചെയ്യും. ഈ പ്രക്രിയ പ്രധാനമായിട്ടും ചെയ്യുന്നത് സൾഫൈഡ് അയിരുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ചെയ്യുന്നത് ആർക്കാണ്? സൾഫൈഡ് അയിരുകൾക്കാണ്. പ്ലവന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് ചോദിച്ചാൽ പൈൻ ഓയിൽ. പഠിച്ചു വെച്ചേക്ക ഏതാണ്? പൈൻ ഓയിൽ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കും. താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ഓപ്ഷൻ സി, ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി, പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓരോന്നായിട്ട് പഠിക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത്
പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. എന്നാൽ പാർലമെന്റ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോ പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ ഇനി തെറ്റരുത്, രാജീവ് ഗാന്ധിയാണ്. എന്നാൽ അന്ന് എന്താ സംഭവിച്ചത്? പാർലമെന്റ് ഈ നിയമം തള്ളിക്കളയുകയാണ് ചെയ്തത്. പഠിക്കുക. അടുത്തത് നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഇന്ത്യയും അതുപോലെ സർവകലാശാലകളും. ഇന്ത്യയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള സർവകലാശാലകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സർവകലാശാല ജഗദ്ഗുരു ഗ്രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാല, ഉത്തർപ്രദേശ്. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ PSC ചോദിച്ചത് സർവകലാശാലയുടെ പേരല്ല, ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സർവകലാശാല ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഉത്തരം. ഉത്തർപ്രദേശ് ആണ്. പക്ഷെ ഇനി നമുക്ക് അങ്ങനെ പഠിച്ചാൽ പോരാ, സർവകലാശാലയുടെ പേര് കൂടി ഒന്ന് പഠിക്കണം നമുക്ക്. അപ്പൊ സർവകലാശാല ഏതാ? ജഗദ്ഗുരു ഗ്രാമ ഭദ്രാചാര്യ വികലാംഗ സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സർവകലാശാല എന്നറിയപ്പെടുന്നത്. ഇത് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാല ഏതാ? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെ നിലവിൽ വന്നു? മധ്യപ്രദേശിൽ നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ശ്രീമതി നാഥിഭായി ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റി. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ്? ശ്രീമതി നാഥിഭായി ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ വല്ലഭ പന്ത് യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശ്. ഇതും ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല എന്നറിയപ്പെടുന്നത് ഗോവിന്ദ വല്ലഭ പന്ത് യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ സർവകലാശാല ബിനോല ഗ്രാമം, ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല എന്നറിയപ്പെടുന്നത് ബിനോല ഗ്രാമം, ഹരിയാനയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സർവകലാശാല എന്നറിയപ്പെടുന്നത് ജഗദ്ഗുരു ഗ്രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാല, ഉത്തർപ്രദേശ് സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാല ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശ് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ശ്രീമതി നാഥിഭായ് ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ വല്ലഭ പന്ത് യൂണിവേഴ്സിറ്റി, ഇത് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ സർവകലാശാല ബിനോലി ഗ്രാമം, ഹരിയാന സ്ഥിതി ചെയ്യുന്നു. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ സർവകലാശാല ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ സർവകലാശാല ജാംനഗർ എവിടെയാണത്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനം കേരളം, കേരളത്തിൽ കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല വഡോദര, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല എന്നറിയപ്പെടുന്നത് വഡോദര, ഗുജറാത്ത്. ബിർസ മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇമ്പോർട്ടന്റ് ആണ്. ബിർസ മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ സർവകലാശാല ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ സർവകലാശാല സ്ഥാപിതമായത് കേരളത്തിലെ കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല വഡോദര, ഗുജറാത്ത്. ബിർസ മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമുക്ക് ഇനി ചാവറ അച്ഛന്റെ പ്രധാന പുസ്തകങ്ങൾ നോക്കാം. ആത്മാനുതാപം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചാവറ അച്ഛൻ എഴുതിയ മഹാകാവ്യമാണ് ആത്മാനുതാപം. അനസ്താക്ഷ്യയുടെ രക്തസാക്ഷിത്വം. എന്താണ് അനസ്താക്ഷ്യയുടെ രക്തസാക്ഷിത്വം? നളാഗമങ്ങൾ, നളാഗമങ്ങൾ. ധ്യാനസല്ലാപങ്ങൾ. എന്താണ് ധ്യാനസല്ലാപങ്ങൾ? നല്ല അപ്പന്റെ ചാവരുൾ. പഠിക്കുക. നല്ലയപ്പന്റെ ചാവരുൾ.
കനോന നമസ്കാരം, മരണപർവം, 40 മണികളുടെ ക്രമം, മരണ വീട്ടിൽ പാടുവാനുള്ള പാന, ഇത്രയുമാണ് ചാവറയച്ചന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ: ആത്മാനുതാപം, അനസ്താശിയുടെ രക്തസാക്ഷിത്വം, നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നല്ല അപ്പന്റെ ചാവുരുൾ, കനോന നമസ്കാരം, മരണപർവം, 40 മണികളുടെ ക്രമം, മരണ വീട്ടിൽ പാടുവാനുള്ള പാന, ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ ഈസി കോഡ് പഠിക്കുന്നതോടുകൂടി ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും സുഹൃത്തുക്കളുടെ കയ്യിൽ ലഭിക്കും. ഇത് 2 പ്രധാനപ്പെട്ട കോഡുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 കോഡുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത്. കോഡ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ, പഠിക്കുക. ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു. ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു എന്നങ്ങ് പഠിക്കുക. ചാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛനെ സൂചിപ്പിക്കുന്നു. ചാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛനെ സൂചിപ്പിക്കുന്നു. അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലപ്പന്റെ ചാവുരുൾ എന്നുള്ള പുസ്തകത്തെ സൂചിപ്പിക്കുന്നു. അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലപ്പന്റെ ചാവുരുൾ എന്നുള്ള പുസ്തകത്തെ സൂചിപ്പിക്കുന്നു. ആത്മാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുതാപം, ആത്മാനുതാപം. അനസ്തേഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വമാണ്. അനസ്തേഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വമാണ്. ഇനി അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ കാണുമ്പോൾ ഉത്തരം കിട്ടിയാൽ മതി. അപ്പോ അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന് പഠിക്കുന്നതിന് പകരം അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന് പഠിച്ചാലും മതി. നമുക്ക് ഓപ്ഷനിൽ ഉത്തരം ലഭിക്കുന്നതാണ്. മരണപ്പെട്ടു എന്ന് പറയുന്നതിൽ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഒന്ന് മരണപർവവും, അതുപോലെ തന്നെ മരണ വീട്ടിൽ പാടുവാനുള്ള പാനയും. ഇത് 2 പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കോഡ് എന്തായിരുന്നു? ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു എന്നങ്ങ് പഠിക്കുക. ചാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛനെ സൂചിപ്പിക്കുന്നു. അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപ്പന്റെ ചാവുരുൾ എന്നുള്ള പുസ്തകത്തെ സൂചിപ്പിക്കുന്നു. ആത്മാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുതാപത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ അനസ്തേഷ്യ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ മരണപ്പെട്ടു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങള്, മരണപർവവും മരണ വീട്ടിൽ പാടുവാനുള്ള പാനയും. ഏതൊക്കെയാണ് പുസ്തകങ്ങള്? മരണപർവവും മരണ വീട്ടിൽ പാടുവാനുള്ള പാനയും പഠിക്കുക. നമ്മുടെ 2ാമത്തെ കോഡിലേക്ക് പോവുകയാണ്. ഇതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. ഇതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. എന്താണ് ധ്യാനത്തിൽ ഇരുന്നു എന്നങ്ങ് പഠിക്കുക? എന്തറിഞ്ഞതാ സുഹൃത്തുക്കളെ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ചാവറ അപ്പം മരണപ്പെട്ടു എന്ന്, അത് അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. ഇതിൽ നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളാഗമങ്ങൾ, 40 മണി എന്ന് പറഞ്ഞാൽ 40 മണികളുടെ ക്രമം, 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മണികളുടെ ക്രമം. ധ്യാനത്തിലിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന സല്ലാപങ്ങൾ, ധ്യാനത്തിലിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന സല്ലാപം പഠിക്കുക സുഹൃത്തുക്കൾ. ഒന്നുകൂടി കോഡ് പറയാം. ഇതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളാഗമങ്ങൾ, 40 മണി എന്ന് വെച്ചാൽ 40 മണിയുടെ ക്രമം, അതുപോലെ ധ്യാനത്തിലിരുന്നു എന്ന് പറഞ്ഞാല് ധ്യാന സല്ലാപങ്ങൾ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളാണ്. PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജലപാതകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് ദേശീയ ജലപാത 1. ഗംഗാ നദിയിൽ ഹാൽഡിയ മുതൽ അലഹബാദ് വരെ 1620 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നതാണ് ദേശീയ ജലപാത 1. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ദേശീയ ജലപാത 1നെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഗംഗാ നദിയാണ്. എവിടെ മുതൽ എവിടെ വരെയാണ്? ഹാൽഡിയ മുതൽ അലഹബാദ് വരെ. അവന്റെ നീളം എത്രയാ? 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയെയും ദുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 2. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 891 കിലോമീറ്റർ ആണ്. അപ്പോ ദേശീയ ജലപാത 2 എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ്. അവൻ എവിടെയൊക്കെയാ കണക്ട് ചെയ്യുന്നത്? സാദിയേനെയും ദുബ്രിനെയും തമ്മിലാണ്. അവന്റെ നീളം എത്രയാ? 891 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 4 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത്, അതുകൊണ്ട് അതിന് പറയേണ്ടതില്ല. ദേശീയ ജലപാത 4 കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ അത് ദേശീയ ജലപാത 4 ആണ്.
ഇത് കാക്കിനടയും വിജയവാഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കാക്കിനടയും വിജയവാഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 4. ഇതിന് 205 കിലോമീറ്റർ നീളമുണ്ട്. എത്ര നീളമുണ്ട് സുഹൃത്തുക്കളെ? 205 കിലോമീറ്റർ നീളമുണ്ട്. ദേശീയ ജലപാത 97 വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ദേശീയ ജലപാത 97. എന്താ ദേശീയ ജലപാത 97 പ്രത്യേകത? നംഖാന എന്ന് പറയുന്ന നദിയിലൂടെയാണ് ദേശീയ ജലപാത 97 കടന്നു പോകുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് പ്രോട്ടോകോൾ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ അത് ദേശീയ ജലപാത 97 ആണ്. ഇതിന് 172 കിലോമീറ്റർ നീളമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ജലപാത 97 എന്ന് പറയുന്നത് നംഖാന എന്നറിയപ്പെടുന്ന നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് പ്രോട്ടോകോൾ റൂട്ടിന്റെ ഭാഗമായി വരുന്ന ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ ദേശീയ ജലപാത 97 ആണ്. ഇതിന് 172 കിലോമീറ്റർ നീളമുണ്ട്. ഇനി ഇന്ത്യയിലെ 100ാമത്തെ ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ അത് താപ്തി നദി സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ദേശീയ ജലപാത സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 436 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ. അപ്പോൾ ദേശീയ ജലപാത 100 എന്ന് പറഞ്ഞാൽ താപ്തി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിനെയും മഹാരാഷ്ട്രയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ദേശീയ ജലപാത 100 സ്ഥിതി ചെയ്യുന്നത്. ഇത് 436 കിലോമീറ്റർ നീളമുണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിൽ ഹാൽഡിയ മുതൽ അലഹബാദ് വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദി സാദിയ മുതൽ ദുബ്രി വരെയാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് കൃഷ്ണ നദിയിലും ഗോദാവരി നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കിനട മുതൽ വിജയവാഡ വരെ. ഇവന്റെ നീളം എത്രയാ? 205 കിലോമീറ്റർ. ദേശീയ ജലപാത 97 എന്ന് പറയുന്നത് നംഖാന എന്നറിയപ്പെടുന്ന ജലപാതയാണിത്. ഇന്ത്യ ബംഗ്ലാദേശ് പ്രോട്ടോകോൾ റൂട്ട് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ ദേശീയ ജലപാത 97 ഭാഗമാണ്. ഇതിന് 172 കിലോമീറ്റർ നീളമുണ്ട്. ദേശീയ ജലപാത 100 എന്ന് പറയുന്നത് താപ്തി നദിയിൽ ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് 436 കിലോമീറ്റർ നീളമുണ്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് മെയിൻസിന്റെ PSC നിരന്തരം ചോദിക്കുന്ന സുപ്രധാന 5 ടോപ്പിക്കുകൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത്. അടുത്ത പാർട്ട് ഉടൻ തന്നെ സുഹൃത്തുക്കളെ അപ്ലോഡ് ആവുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കളാർക്കും നമസ്കാരം. നല്ല ദിവസം നേരുന്നു.